വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. കാരണം സംഗീത നാടക അക്കാദമി ചെയർമാൻ ആയതിനു ശേഷം അത്തരത്തിൽ ഉള്ള ഒരു വലിയ മീറ്റിംഗ് ഞാൻ ആദ്യത്തെ തവണയാണ് അഭിസംബോധന ചെയ്യുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്, പ്രത്യേകിച്ചും വർക്കലയിലായതുകൊണ്ട്. ഈ ശ്രീകൃഷ്ണ നാട്യ സംഗീത അക്കാദമി എന്തുകൊണ്ടും വലിയ ഒരു ചിന്ത, ഇത് അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ആണ് ഇതിന്റെ പിന്നിൽ. അദ്ദേഹമാണ് എന്നെ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കുറെ കൊല്ലമായിട്ട്. ആദ്യമായി ആ സാഹചര്യത്തിൽ എനിക്ക് വരാൻ പറ്റാത്തതിലുള്ള വിഷമം ഞാൻ രേഖപ്പെടുത്തുന്നു. കാരണം ഞാനൊരു സജീവമായി സിനിമാ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ പേപ്പറിലൂടെയൊക്കെ എപ്പോഴും വായിക്കും, ഇപ്പൊ ടിവിയിലൂടെ. അവിടെ എപ്പോഴും ഒരുപാട് നിബന്ധനകളും നിയമങ്ങളും വിലക്കുകളും സമരങ്ങളും ഒക്കെ ഉള്ള ഒരു മേഖലയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതി ഒപ്പിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നേരത്തെ പെർമിഷൻ ഇല്ലാതെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിന് പോവുക വളരെ പ്രയാസമേറിയ കാര്യമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ പോലും കാണാത്ത തരത്തിലുള്ള സന്ധി സംഭാഷണങ്ങൾ, കോംപ്രമൈസ് ടോക്ക്, പിന്നെ മാറ്റിവെക്കല്, 21-ാം തീയതി മാറ്റി 31-ാം തീയതിക്ക് വെക്കുക, അങ്ങനെ കുറെ സമയം അനാവശ്യമായി ചെലവാക്കുന്നതുകൊണ്ട് എന്റെ സംഘടന അമ്മ ഞങ്ങളോടെല്ലാം പറഞ്ഞിരിക്കുന്നത് കഴിവതും അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടരുത്, പോകണ്ട. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഭവമായിരുന്നു ഞാനിവിടെ വരാമെന്ന് ഏറ്റിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ശ്രമിക്കാമെന്ന് പറഞ്ഞു കാണും, അത്ര മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഇന്നിവിടെ വന്നപ്പോൾ എന്റെ ആ വിഷമം എല്ലാം മാറിയ ഒരു സാഹചര്യമായിരുന്നു. ഇവിടെ എല്ലാവരെയും കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭമതികളായിട്ടും പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരെ ഞാൻ ആദരിച്ചു. അതിനുള്ള അർഹത എനിക്കുണ്ടോ എന്നുപോലും ഞാൻ സംശയിക്കുന്നു. അത് ഒരു ഹോണറായിട്ട്, ഞാൻ ഒരു ബഹുമതിയായിട്ട് കണക്കാക്കുന്നു.